ഞങ്ങളിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരി മരക്കടവിലെ ഒരു ബോട്ട് യാർഡിലാണ്. ബോട്ടുകളൊക്കെ നന്നാക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ കുറച്ച് തൊഴിലാളികളെ കണ്ടുമുട്ടി അവരോട് സമസ്തയുടെ സമ്മേളനത്തിൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒന്നാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ബോട്ടിൻ്റെ വർക്കൊക്കെ നടക്കുകയായിരിക്കും. ഞങ്ങൾ സമസ്ത എന്ന് കേട്ടിട്ടില്ലേ? സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കുകയാണ്. കാസർഗോഡ് കുണിയ എന്ന് പറയുന്ന ഒരു പ്രദേശം. ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്ദേശ യാത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രചാരണം ഈ 19-ാം തീയതി ഈ ഡിസംബർ 19 നമ്മൾ കന്യാകുമാരിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കന്യാകുമാരിക്കാരുണ്ടോ? നാഗർകോവിൽ നമ്മുടെ വീട്ടിന് 26 കിലോമീറ്റർ ഉണ്ട്. 26 കിലോമീറ്റർ. എങ്ങനെ ഈ നാഗർകോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? അത് അവിടെ വന്നിട്ട് മണ്ടയ്ക്കാട്ടമ്മൻ ഈ ക്ഷേത്രം ഓർമ്മയുണ്ട്. അത് ഇച്ചിരി പ്രബലമാണ്. പിന്നെ വേറെ എല്ലാം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരത്തേക്ക് പണ്ട് ഈ കപ്പലിൻ്റെ ഈ തുറമുഖം അവിടെയാണ് ആദ്യമാണ്. നാഗർകോവിലല്ല, കുളച്ചൽ നമ്മുടെ നാട്ടിലാണ് ആദ്യം. പണ്ട് ഞങ്ങളുടെ നേരത്തെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ അറിയുള്ളൂ. ഞങ്ങളെ കണ്ടിട്ട് പോലില്ല. അവർ ഇയാൾ കണ്ടിട്ട് കാണാം, പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് പോലില്ല. ജിഫ്രി തങ്ങൾ കേട്ടിട്ടുണ്ടോ? തങ്ങൾ നയിക്കുന്നൊരു യാത്രയാണ്. അപ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സ്റ്റേറ്റിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. 19-ന് ആരംഭിച്ച് 29-ന് മംഗലാപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് ഈ ഒരു യാത്ര. അപ്പോൾ ഈ യാത്രയുടെ ഒരു സന്ദേശം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ കന്യാകുമാരിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ പങ്കാളികളാൻ ശ്രമിക്കുക. ഞങ്ങളുടെ പത്രത്തിൻ്റെ പേര് സുപ്രഭാതം എന്നാണ്, സമസ്തയുടെ പേരാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സുപ്രഭാതം ഓൺലൈൻ എന്ന് കാണിച്ചാൽ നമ്മുടെ പത്രത്തിൻ്റെ വെബ് ലിങ്ക് കാണാം. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലും കാണാം. അതിൽ ഈ സന്ദേശങ്ങളും യാത്രകളും ഒക്കെ. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതസൗഹാർദ്ദം. ഞങ്ങളുടെ ബോട്ടിൽ വരുന്നത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിംസ് ഉണ്ട്. ഞങ്ങളെല്ലാം ഒരു അമ്മ പെറ്റ മക്കളെ പോലെ. അതുപോലെ നാട്ടിലെല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. 15 ആൾ പണിക്ക് പോവുകയാണെങ്കിൽ 15 പ്ലേറ്റ് മേടിച്ചുകൊണ്ട് പോകും. പക്ഷെ ഇപ്പം കാലത്തെ ഞാൻ കഴിച്ച പ്ലേറ്റ് എനിക്ക് കിട്ടത്തില്ല. ആരെങ്കിലും അതെടുത്ത് ആ പ്ലേറ്റിനകത്ത് ചോറിട്ട് ആഹാരം കഴിച്ചോ. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. കടലിൽ പോയാൽ ജാതിയോ മതമോ ഒന്നുമില്ല. അങ്ങനെ എല്ലാവരും പെരുമാറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേരളം വേറെ ലെവലിലേക്ക് വരും. അപ്പോൾ ആ ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു സമസ്തയുടെ സന്ദേശയാത്ര. ആ ഒരു സന്ദേശം ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങൾ ബന്ധപ്പെട്ടവരോടൊക്കെ ഈ ഇത്തരം യാത്രകളും ഇത്തരം ആളുകളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്നുള്ളതും